ഹായ് ഹലോ വെൽക്കം ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിച്ച് റെഡി ആവാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് നല്ല ഓർമ്മകളിൽ ഒന്നാണ് കേട്ടോ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. ഒരു തവണ പോകാൻ പറ്റില്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചില്ല, ഞാൻ മുണ്ടുന്നിരുന്ന് വാങ്ങാൻ പോണത്. അപ്പോൾ ഇന്ന് ഞാൻ ഏത് മുണ്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്, മുണ്ടുന്നിരുന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജസ്റ്റ് സ്കിൻ കെയർ മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, സൺസ്ക്രീന് പിന്നെ കണ്ണെഴുതി, പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു കേട്ടോ. ഇത്ര മാത്രമേ ചെയ്യണുള്ളൂ. വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും. എനിക്ക് സാരി ഉടുക്കുന്നതിനേക്കാളും മുണ്ടുന്നിരുത് ഉടുക്കാൻ കുറച്ച് ഈസിയാണ് കേട്ടോ. പക്ഷേ എന്താണെന്ന് അറിയില്ല, ഇന്ന് മുണ്ടുന്നിരുത് ഉടുത്തപ്പോൾ മുണ്ട് ഉടുത്തിട്ട് നമുക്ക് ശരിയാവണില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഭയങ്കര വണ്ണം പോലെ തോന്നി കേട്ടോ എനിക്ക്, ഒരു ഭമ്മന നിൽക്കണ പോലെ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഉടുത്തോണ്ട് പോയി സമയമായിപ്പോയി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് റെഡിയായി. എങ്ങനെയൊക്കെയോ ഞാൻ സാരി ഉടുത്ത് മുടി കെട്ടാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. ഞാൻ അന്ന് സെലക്ട് ചെയ്ത മുണ്ടുന്നേരുതും ഇതാണ് കേട്ടോ. ഞാനന്ന് പറഞ്ഞിരുന്നത് സിമ്പിൾ മുണ്ടുന്നേരുതാണ് എനിക്ക് ആവശ്യമെന്ന്. നമ്മൾ ഈ ചൂടും കാര്യങ്ങളൊക്കെയാണ്, തീയും ചൂടും കാര്യങ്ങളും, അതുകൊണ്ട് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ കോട്ടൻ്റെ മുണ്ടും നേരിയതും എന്ന് പറയുന്നത്. അങ്ങനെ വളയിട്ടും പെട്ടെന്ന് തന്നെ നമ്മൾ മുടിയെല്ലാം ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് വെച്ചു. അത്ര തന്നെയാണ്. പെട്ടെന്ന് റെഡിയായി, സമയം ഒട്ടുമില്ല. അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ മുണ്ടുന്നേരിതം? ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് സിമ്പിൾ മുണ്ടുന്നേരിതാണോ ഇഷ്ടം, അല്ല കുറച്ചും കൂടി ഡിസൈൻസൊക്കെ ഉള്ളത്? എനിക്ക് ചില സമയത്ത് സിമ്പിളാണ്, ചില സമയത്ത് ഡിസൈൻസ് ഉള്ളതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ചിരകിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. വാഴ ഇലയിൽ ഇങ്ങനെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് പൊങ്കാല ഇടാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ നിന്ന് പോയത്. പിന്നെ പോകുന്ന വഴിയിലെല്ലാം നമ്മൾ പോയപ്പം തന്നെ നല്ല തിരക്കായി തുടങ്ങി. ആളുകളെല്ലാം നേരത്തെ വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ എത്തി. പിന്നെ എല്ലാം റെഡിയാക്കാണ്. കാലത്തിൽ വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അമ്മയും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ടാണ് ഭയങ്കര സന്തോഷം. നമ്മൾ ഒരു നല്ല ദിവസവും കൂടി കടന്നുപോയി. ആറ്റുകാൽ പൊങ്കാല അങ്ങനെ കഴിഞ്ഞു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നല്ല ആരോഗ്യവും നല്ല ഹാപ്പി ആയിട്ടിരിക്കാനും എല്ലാവർക്കും പറ്റട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എല്ലാം കഴിഞ്ഞു, തിരളിയെല്ലാം റെഡിയായി. അപ്പോൾ ഇനി നേദിക്കാനുള്ള സമയമാണ്. ഇപ്രാവശ്യം പെട്ടെന്ന് നേദിക്കും കേട്ടോ. നേരത്തെയാണ് നേദിക്കുന്നത്. അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു നല്ല ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.